ഇത് കോമൺ ആയിട്ട് വരുന്ന സംശയങ്ങളാണ്. ആദ്യത്തെ ചോദ്യം കണ്ടോ, ഡാഷ് യുവർ നെയിം അനു. ഇതിൻ്റെ ഉത്തരം എങ്ങനെയാണ് വരിക? ഈ യോർ കാണുമ്പോൾ പലരും വിചാരിക്കും ആറാണ് വരിക എന്ന്. യോർ എന്ന് വെച്ചാൽ താങ്കളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ എന്നാണ് അർത്ഥം. ശരിക്കും എന്താണ് അവിടെ എന്ന് അറിയണമെങ്കിൽ നിങ്ങളുടെ അടുത്ത വാക്ക് നോക്കണം, നെയിം. അതെന്താണ്? സിംഗുലർ ആണ് അല്ലേ? യുവർ നെയിംസ് ആയിരുന്നെങ്കിൽ പ്ലൂറലാണ്. അപ്പോൾ ഇവിടെ എന്താ വരിക? ഈസ് യുവർ നെയിം അനു. അതെന്താ ഇസ് വന്നേ? ഡുവോ ഡസോ വരാതിരുന്നേ? ആണോ, ഇങ്ങനെയാണോ എന്ന് ചോദിക്കുമ്പോൾ ആ വേർബ് എപ്പോഴും ബിയുടെ ഒരു ഫോം ആയിരിക്കും. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഇസ്സോ അല്ലെങ്കിൽ ആറോ വരും. ഇവിടെ യുവർ നെയിം സിംഗുലർ ആയതുകൊണ്ട് ഇസ് യുവർ നെയിം അനു. അടുത്തത് ഡാഷ് യു ഈറ്റിംഗ് സംതിങ് എന്താ വരിക? ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പോൾ അവിടെ യു ഈറ്റിംഗ് ING ഫോം കണ്ടില്ലേ? അപ്പോൾ ഇവിടെ എന്താ വരിക? ആർ യു ഈറ്റിംഗ് സംതിങ്. ഇവിടെ ഷീ ആയിരുന്നെങ്കിൽ ഇസ് ഷീ ഈറ്റിംഗ് സംതിങ് അങ്ങനെ വരിക. അടുത്തത് ഡാഷ് യുവർ സിസ്റ്റർ ഈറ്റ് ഫിഷ്. സിസ്റ്റർ ഫിഷ് കഴിക്കാറുണ്ടോ എങ്ങനെയാണ് വരിക? അപ്പോൾ എന്തെങ്കിലും ചെയ്യാറുണ്ടോ എന്ന് പറയുമ്പം ബി അല്ല വേർബ്. അപ്പോൾ എന്താ വരണ്ടേ? ഡുവോ ഡസോ ആണ് വരേണ്ടത്. യുവർ സിസ്റ്റർ സിംഗുലർ ആണോ പ്ലൂറലാണോ? സിംഗുലർ അല്ലേ? നിങ്ങളുടെ അനിയത്തി. അപ്പോൾ ഏതാ വരിക? ഡസ്. സിംഗുലർ ആകുമ്പം ഡസ് യുവർ സിസ്റ്റർ ഈറ്റ് ഫിഷ്. അപ്പോൾ അടുത്തത് നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ, ഡാഷ് യുവർ സിസ്റ്റേഴ്സ് ഈറ്റ് ഫിഷ്. സഹോദരിമാർ എന്ന് പറയുമ്പം ഇത് വരും ഡു യുവർ സിസ്റ്റേഴ്സ് ഈറ്റ് ഫിഷ്. ഇംഗ്ലീഷ് നല്ല ബേസിക് ലെവൽ മുതൽ പഠിക്കണമെങ്കിൽ എൻ്റെ ഒരു കോഴ്സ് ഉണ്ട്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ എൻ്റെ കോഴ്സ് വെബ്സൈറ്റ് നോക്കിയാൽ മതി, easyenglishwithvini.com.